ഹലോ. നിങ്ങൾക്ക് അറിയുന്ന സംഖ്യകളെ ശ്രദ്ധിച്ചാൽ നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്യും. അവർക്ക് ഈ ഇന്റർനാഷണൽ വിഷയങ്ങൾ 2 കൺട്രികൾ തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ അവരുടെ ഡിപ്ലോമസി, അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയിൽ അവരുടെ ആർട്ടിലറിയിൽ എത്ര ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ഇവര് ഈ കോൺഫിഡൻസ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വല്ല ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ അഫയേഴ്സിനെ കുറിച്ച് വല്ല പ്രൊട്ടസ്റ്റോ, ഡെമോൺസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയ കോൺവെർസേഷൻസിലൊക്കെ ഇവർ വന്നിട്ട് അതിഭീകര പുച്ഛമായിരിക്കും. ഇവരൊന്നെങ്കിൽ സന്ദേശത്തിന് സ്റ്റിക്കർ ഇടും, അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തറിയാം, ഇവരൊക്കെ എന്തൊക്കെ മണ്ടത്തരാണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അവർ അതിലെ മൊത്തം സംസാരം. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇവർക്ക് ഈ കോൺഫിഡൻസ് ഉള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഒറ്റ ക്ലിക്കിൽ ഒരു കൺക്ലൂഷനിലോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോ എത്താൻ പറ്റാത്ത വിഷയങ്ങളിലാണ് ഇവർക്ക് വൻ കോൺഫിഡൻസ്. ഈ വിഷയങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറെ കൂടി എഫേർട്ട് വേണ്ട, കുറെ കൂടി ടൈം എടുത്ത് മനുഷ്യന്മാർ തീരുമാനത്തിൽ എത്തേണ്ട വിഷയങ്ങളിലാണ് ഇവർക്ക് ഈ കോൺഫിഡൻസ്. എന്നാലും ഇപ്പൊ നമുക്കൊക്കെ അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്തുകൊണ്ട് കേരളത്തിന്റെ IMR കുറയുന്നു? ഇവരോട് ചോദിച്ചാൽ ഇവര് പറയും അതും യൂത്ത് മൊത്തം മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവരോട് ചോദിക്കുകയാണ് എന്താണ് കേരളത്തിന്റെ എക്കണോമി റൺ ചെയ്യുന്ന സാധനം? ഇവര് വളരെ ഫുൾ കോൺഫിഡൻസോടെ ഇവര് പറയും അത് കള്ള് വിറ്റിട്ടും ലോട്ടറി വിറ്റിട്ടും ആണെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഫിഡൻസോടെ സംസാരിക്കുന്ന വിഷയങ്ങളുടെ ഇവരുടെ ഇൻഫർമേഷന്റെ ക്രെഡിബിലിറ്റി ഇപ്പൊ ഈ IMRന്റെ കാര്യത്തിലും എക്കണോമിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന ക്രെഡിബിലിറ്റിന്റെ അത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് തള്ളിക്കളഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം എനിക്ക് അറിയുന്ന ഒരാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ബയോ ഇസ്രായേലി ലവർ അല്ലെങ്കിൽ IDF ഹാർട്ട് അങ്ങനെ എന്തോ ആണ് ബയോ. ഇറ്റ് വാസ് സർപ്രൈസിങ്. എനിവേസ്, പക്ഷെ ഇവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ലോകത്ത് എവിടെയോ നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് നമ്മൾ എന്തിന് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇവര് വളരെ തമാശയാക്കും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ന്യൂസ് റിപ്പോർട്ട്സ് പ്രകാരം നമ്മുടെ ഗ്യാസ് ഏജൻസീസ്, LPG ഗ്യാസ് ഏജൻസീസ് കൊമേഴ്ഷ്യൽ യൂണിറ്റ്സിനോട് അവരുടെ യൂസേജ് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഉള്ളത്. അതായത് വി ആർ ഫേസിങ് LPG ഷോർട്ടേജ്. ഞാൻ ആലോചിക്കുന്നത് ഈ ഇസ്രായേലി ലവർ എന്ന് ബയോ എന്ന് വെച്ചിട്ടുള്ള ആള് അവരുടെ വീട്ടിൽ ഗ്യാസ് കിട്ടാത്തപ്പോൾ എന്തായിരിക്കും ആലോചിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. താങ്ക് യു.